ഇന്നത്തെ IPL മത്സരത്തിൽ രാജസ്ഥാനും RCBയുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ RCB കളി ജയിച്ചിരിക്കുകയാണ്. മികച്ച വിജയമാണ് RCB സ്വന്തമാക്കിയത്. രാജസ്ഥാൻ നാണം കെട്ട് തോറ്റു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാജസ്ഥാൻ ഓരോ മാച്ച് കഴിയുന്തോറും പുറകിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ RCB മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റിംഗ് ലഭിച്ചത് രാജസ്ഥാനായിരുന്നു. രാജസ്ഥാനെ തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സഞ്ജു പെട്ടെന്ന് ഔട്ടായി മടങ്ങിയത് രാജസ്ഥാന് തിരിച്ചടിയായിരുന്നു. എന്നാൽ ഇന്ന് ജയ്സ്വാൾ മികച്ച കളി പുറത്തെടുത്തു. 75 റൺസാണ് ജയ്സ്വാൾ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ജയ്സ്വാളിന് സപ്പോർട്ടായിട്ട് പരാഗും ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ജൂറലും കളിച്ചു. ബാക്കി ആരും തന്നെ ഫോം ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാജസ്ഥാൻ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് RCB സെക്കൻഡ് ബാറ്റിങ്ങിന് ഇറങ്ങി. RCBക്ക് തുടക്കം തന്നെ മികച്ച ബാറ്റിംഗ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സാൾട്ടും കോഹ്ലിയും കൂടി ഓപ്പണിങ്ങിൽ അടിച്ചു തകർത്തു. ഇതോടുകൂടി രാജസ്ഥാൻ തോൽവി ഉറപ്പിച്ചിരുന്നു. വിക്കറ്റുകൾ കളയാതെയാണ് RCB ഇന്ന് കളിച്ചത്. രാജസ്ഥാന്റെ ബൗളിംഗ് അമ്പേ പരാജയമായിരുന്നു. ഇങ്ങനെ തന്നെ രാജസ്ഥാൻ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും പ്ലേ ഓഫ് കാണാതെ പുറത്താകും. RCB ഓരോ കളി കഴിയുന്തോറും മികച്ച രീതിയിലാണ് മുന്നോട്ട് വരുന്നത്. ഇന്ന് RCB ബാറ്റിങ്ങിലും ബൗളിങ്ങിലും നല്ല കളി കാഴ്ചവെച്ചു. RCBക്ക് മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് കളി ജയിക്കാൻ കാരണമായത്. രാജസ്ഥാൻ ബൗളേഴ്സ് ഇങ്ങനെ മോശം പ്രകടനം കാഴ്ചവെക്കുമെന്ന് ആരും കരുതിയില്ല. വിക്കറ്റുകൾ യഥാക്രമം എടുക്കാൻ സാധിക്കാത്തതാണ് രാജസ്ഥാന്റെ പരാജയ കാരണം. 170 റൺസ് എടുത്തിട്ടും രാജസ്ഥാൻ തോറ്റിരിക്കുകയാണ്. രാജസ്ഥാന്റെ എല്ലാ ബൗളേഴ്സിനും ഇന്ന് കണക്കിന് അടികിട്ടി. കളിയുടെ ഒരു നിമിഷത്തിൽ പോലും രാജസ്ഥാന് വിജയ സാധ്യത ഉണ്ടായിരുന്നില്ല. സാൾട്ടും കോഹ്ലിയും കൂടി അങ്ങനെയാണെന്ന് അടിച്ചു കളിച്ചത്. പിന്നീട് വന്ന ദേവദത്ത് പടിക്കലും മികച്ച കളി പുറത്തെടുത്തു. എന്തായാലും രാജസ്ഥാൻ അടുത്തൊരു കളി കൂടി തോറ്റിരിക്കുകയാണ്. രാജസ്ഥാൻ ടീമിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.